കോർപ്പറേറ്റ് റെഗുലേഷൻസ് ആൻഡ് കംപ്ലയൻസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി വെൽക്കം. നമുക്കിന്ന് ചാപ്റ്റർ വൈസ് ആയിട്ട് MCQ ഡിസ്കഷൻ നടത്താം. അപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ അതിൻ്റെ ഡിസ്കഷൻ നേരത്തെ തന്നെ ചെയ്തിരുന്നു. ആദ്യത്തെ ഒരു മൊഡ്യൂളിൻ്റെ ചാപ്റ്റർ വൈസ് അല്ല, മൊഡ്യൂൾ വൈസ് ആയിട്ട്. അപ്പോൾ അതിൻ്റെ ക്ലാസ് കാണാത്തവർക്ക് വേണ്ടി പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് കാണുക. അപ്പോൾ തന്നെ യൂണിവേഴ്സിറ്റിയുടെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ മറ്റൊരു മോഡൽ എക്സാം കൂടി MCQ ബേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മൾ ഈ ഒരു മൊഡ്യൂൾ വൈസ് ആയിട്ടുള്ള ഡിസ്കഷൻ കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ മീറ്റിംഗ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മസ്റ്റ് ബി ഹെൽഡ് അറ്റ് ലീസ്റ്റ് ഡാഷ് എവരി ഇയർ. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് ഒരു വർഷം എത്രയെങ്കിലും മിനിമം കൂടിയിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ 4 ടൈംസ് എന്നുള്ളതാണ്, 4 പ്രാവശ്യമെങ്കിലും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് ഒരു വർഷത്തിൽ കൂടിയിരിക്കണം. 2013 കമ്പനീസ് ആക്ടിൽ വന്നിരിക്കുന്ന മാറ്റമാണ്. അപ്പോൾ 2 മീറ്റിങ്ങുകൾ തമ്മിലുള്ള മാക്സിമം ഗ്യാപ്പ് എന്ന് പറയുന്നത് 120 ഡേയ്സ് ആണ്. 120 ഡേയ്സ് ആണെന്ന് ഓർത്തിരിക്കുക. അത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് തമ്മിലുള്ള 2 മീറ്റിങ്ങുകൾ തമ്മിലുള്ള മാക്സിമം ഗ്യാപ്പ് എന്ന് പറയുന്നത് 120 ദിവസമാണ് അല്ലേ. 120 ദിവസത്തിൽ കൂടുതൽ ഗ്യാപ്പ് വരാൻ പാടില്ല. ദെൻ അറ്റ് വൺ ടൈം എ പേഴ്സൺ ക്യാൻ ബി എ ഡയറക്ടർ ഓഫ് ഓൺലി. ഇപ്പോൾ ഒരേ സമയത്ത് ഒരാൾക്ക് എത്ര കമ്പനികളുടെ ഡയറക്ടേഴ്സ് ആകാമെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. മാക്സിമം 20 കമ്പനീസിൻ്റെ വരെ ഡയറക്ടേഴ്സ് ഒരാൾക്ക് ആകാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ സെക്ഷൻ 165 കമ്പനീസ് ആക്ട് പ്രകാരമാണ് 20 കമ്പനിയിൽ കൂടുതൽ ഒരാൾക്ക് ഡയറക്ടർ ആകാൻ വേണ്ടി സാധിക്കില്ല. മാക്സിമം 20 തവണയാണ്, 20 കമ്പനികളുടെ ഡയറക്ടർ ആവാനാണ് ഒരാൾക്ക് അറ്റ് എ ടൈം സാധിക്കുക. ഇനി പ്രോക്സീസ് അപ്പോയിൻറ്റഡ് ബൈ എ ഷെയർ ഹോൾഡർ. ഒരു പ്രോക്സി അപ്പോയിൻറ്റ് ചെയ്യുന്നത്, ഷെയർ ഹോൾഡർ എന്തിനു വേണ്ടിയാണ് പ്രോക്സി അപ്പോയിൻറ്റ് ചെയ്യുന്നത്? പ്രോക്സി അപ്പോയിൻറ്റ് ചെയ്യുന്നത് വോട്ട് അറ്റ് എ മീറ്റിംഗ് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ് ആണല്ലേ. വോട്ട് ചെയ്യാൻ വേണ്ടിയാണ് അല്ലേ. ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടി വോട്ട് ചെയ്യാവുന്ന ഉത്തരവാദിത്തത്തോടുകൂടിയാണ് പ്രോക്സിയെ ഏൽപ്പിച്ചു വിടുന്നത് അല്ലേ. ദെൻ എ പ്രോക്സി ഈസ്, ബാക്കിയുള്ള ഓപ്ഷൻസ് ഇവിടെ കറക്റ്റ് അല്ല അല്ലേ. സ്പീക്ക് അറ്റ് മീറ്റിംഗ്, അയാൾക്ക് പ്രോക്സിക്ക് മീറ്റിങ്ങിൽ സംസാരിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കില്ല. സ്പീക്ക് ആൻഡ് വോട്ട് അറ്റ് മീറ്റിംഗ്, സ്പീക്ക് ആൻഡ് വോട്ട് രണ്ടും ശരിയല്ല, വോട്ട് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ അല്ലേ. അറ്റൻഡ് ദ മീറ്റിംഗ് വിതൗട്ട് ദ റൈറ്റ് ടു സ്പീക്ക് ഓർ വോട്ട്, വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടല്ലേ. അപ്പോൾ സ്പീക്ക് ഓർ വോട്ട്, സംസാരിക്കാനോ വോട്ട് ചെയ്യാനോ അവകാശമില്ലാതെ മീറ്റിംഗ് പങ്കെടുക്കാൻ വേണ്ടി മാത്രമല്ല അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഓപ്ഷൻസ് എല്ലാം തെറ്റ് തന്നെയാണ്. ഒന്നാമത്തെ വോട്ട് അറ്റ് ദ മീറ്റിംഗ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് എന്നുള്ളതാണ് കറക്റ്റായുള്ള ആൻസർ വരുന്നത് അല്ലേ. ഇനി നാലാമത്തെ പ്രോക്സീസ്. പ്രോക്സി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് തന്നെയാണ് അല്ലേ. പ്രോക്സി ഒരു ഏജന്റും ആകാം, പ്രോക്സി നമ്മൾ ഡോക്യുമെന്റ് എന്നും പറയാം അല്ലേ. വേണ്ട ബോത്ത് A and B എന്നുള്ളതാണ് കറക്റ്റായുള്ള ആൻസർ. then 5 ആനുവൽ ജനറൽ മീറ്റിംഗ് ആർ ഹെൽഡ് വിത്ത് ദ ഒബ്ജക്റ്റീവ് ഓഫ്. ആനുവൽ ജനറൽ മീറ്റിംഗ് എന്തിനു വേണ്ടിയാണ് വിളിക്കുന്നത്? അപ്പോയിൻമെന്റ് ഓഫ് ഓഡിറ്റേഴ്സ്, ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി. അപ്പോയിൻമെന്റ് ഓഫ് ഡയറക്ടേഴ്സ്, ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി. ആരെങ്കിലും റിട്ടയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ പുതിയ ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാൻ. പ്രസന്റേഷൻ ഓഫ് ആനുവൽ അക്കൗണ്ട്സ് അല്ലെ. ഈ കാര്യങ്ങളൊക്കെ എല്ലാം വേണ്ടിയാണ് അല്ലേ. അതുകൊണ്ട് ഫോർ ഓൾ ദി പർപ്പസ് എന്നുള്ളത് നമുക്ക് ആൻസർ ആയിട്ട് എഴുതാം. then which of the following types of shares cannot be issued by a company under the Companies Act 2013? അത് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തതാണ്. ബെയറർ ഷെയർസ് ആണ് പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യാൻ പാടില്ലാത്തല്ലേ. then what is the maximum tenure of redeemable preference shares under the Companies Act 2013? അപ്പോൾ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസിൻ്റെ മാക്സിമം ടെനർ അല്ലെങ്കിൽ റെഡീമബിൾ തിരികെ വാങ്ങിക്കാവുന്ന പ്രിഫറൻസ് ഷെയർസിൻ്റെ മാക്സിമം കാലാവധി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. പ്രിഫറൻസ് ഷെയറുകളെ സംബന്ധിച്ച് മാക്സിമം കാലാവധി എന്ന് പറയുന്നത് 20 years ആണ് അല്ലേ. നോർമൽ കേസിൽ അത് 20 years ആണ്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനീസൊക്കെ ആണെങ്കിൽ ഇത് 30 years വരെ ആകും കേട്ടോ. ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികളുടെ പ്രിഫറൻസ് ഷെയറുകളാണെങ്കിൽ അതിൻ്റെ മാക്സിമം പീരീഡ് എന്ന് പറയുന്നത് 30 വർഷം വരെ ആകാം. ഇപ്പോൾ നോർമൽ കേസിൽ മറ്റുള്ള കമ്പനികളെ സംബന്ധിച്ച് അത് 20 വർഷമാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, അണ്ടർ ദി കമ്പനീസ് ആക്ട് 2013 വിച്ച് ഡോക്യുമെന്റ് ഈസ് റിക്വയർഡ് ടു ട്രാൻസ്ഫർ ഷെയർ ഫ്രം വൺ പേഴ്സൺ ടു അനദർ? ഒരാളിൽ നിന്ന് മറ്റൊരാളേക്ക് ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഏത് ഡോക്യുമെന്റ് ആണ് ഏറ്റവും പ്രധാനമായിട്ട് ആവശ്യമുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഷെയർ ട്രാൻസ്ഫർ ഡീഡ് ആണ് അല്ലേ. ഷെയർ ട്രാൻസ്ഫർ ഡീഡ് വെച്ചാണ് നമ്മളത് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലേ. ഷെയർ ട്രാൻസ്ഫർ ഡീഡ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് നമുക്ക് ഒരു ഷെയറിന്റെ ഓണർഷിപ്പ് ഒരാളിൽ നിന്ന് മറ്റൊരാളേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമുണ്ട്. then 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദി ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദി ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ഇൻ എ പ്രൈവറ്റ് കമ്പനി ഈസ് കറക്റ്റ്? പ്രൈവറ്റ് കമ്പനിയുടെ കേസിൽ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഷെയർസ് ക്യാൻ ബി ഫ്രീലി ട്രാൻസ്ഫേർഡ് വിത്തൗട്ട് എനി റെസ്ട്രിക്ഷൻ എന്നുള്ളത് തെറ്റാണ്. റെസ്ട്രിക്ഷൻ ഉണ്ട് അല്ലേ. ഷെയർസ് ക്യാൻ ഓൺലി ബി ട്രാൻസ്ഫേർഡ് സബ്ജക്റ്റ് ടു റെസ്ട്രിക്ഷൻ എന്നുള്ളതാണ് അല്ലേ. ഇതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ചില നിയന്ത്രണങ്ങൾക്ക് വിധേയമായി മാത്രമേ പ്രൈവറ്റ് കമ്പനിയിലെ ഷെയറുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. 10ാമത്തെ ക്വസ്റ്റ്യൻ, അണ്ടർ ദി കമ്പനീസ് ആക്ട് 2013 വാട്ട് ഈസ് ദ ടേം യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ മാക്സിമം എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ ദാറ്റ് എ കമ്പനി ഈസ് ഓതറൈസ്ഡ് ടു ഇഷ്യൂ? അപ്പോൾ ഒരു കമ്പനിക്ക് ഇഷ്യൂ ചെയ്യാൻ സാധിക്കുന്ന മാക്സിമം ഷെയർ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് സൂചിപ്പിക്കുന്നത് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന പദം എന്നുള്ളതാണ്. അതിന് ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ എന്നാണ് പറയുന്നത് അല്ലേ. ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ മാക്സിമം എത്രയാണോ ഒരു കമ്പനിക്ക് അതിൻ്റെ ലൈഫ് ടൈമിൽ
ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്, എത്ര എമൗണ്ടിനാണോ ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് അതിനെയാണ് നമ്മൾ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതിൽ കൂടുതൽ കമ്പനിക്ക് ഷെയർ ഇഷ്യൂ ചെയ്യാൻ സാധിക്കണമെങ്കിൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിലെ ക്യാപിറ്റൽ ക്ലോസ് ഒക്കെ ഓൾട്ടർ ചെയ്യേണ്ടി വരും അല്ലേ. അതിൽ ഓതറൈസ് ചെയ്ത ഷെയർ ക്യാപിറ്റൽ എത്ര ഷെയർ ആണോ ഇഷ്യൂ ചെയ്യുന്നതിന് ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ എന്നും, എത്രയാണോ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് സബ്സ്ക്രൈബ് ഷെയർ ക്യാപിറ്റൽ എന്നും, അതിൽ എത്ര എമൗണ്ട് ആണോ ആളുകൾ അടയ്ക്കുന്നത്, 10 രൂപയുടെ ഷെയർ ആണെങ്കിൽ 5 രൂപയാണ് അവർ അടച്ചിരിക്കുന്നതെങ്കിൽ അത്രയും ഷെയർ ക്യാപിറ്റൽ നമ്മൾ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്നും പറയും അല്ലേ. Then which of the following actions requires the alteration of share capital under the Companies Act 2013? ഇപ്പോൾ 2013 നമുക്ക് ഷെയർ ക്യാപിറ്റൽ ഓൾട്ടർ ചെയ്യണമെങ്കിൽ, ഷെയർ ക്യാപിറ്റലിൻ്റെ ഓൾട്ടറേഷൻ അതിൽ മാറ്റം വരുത്തണമെങ്കിൽ താഴെ പറയുന്ന എന്ത് കാര്യമാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. സബ് ഡിവൈഡിങ് ഷെയർസ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ലേ. സബ് ഡിവൈഡിങ് ഷെയർസ് എന്നുള്ളതാണ്, ഷെയറുകൾ ഡിവൈഡ് ചെയ്താണ് അതിനെ ഓൾട്ടർ ചെയ്യുക അല്ലേ. Then which type of debentures is secured by a charge on the assets of the company? കമ്പനിയുടെ അസറ്റ്സിന് മേലെ ചാർജ് ഉള്ള അത്തരത്തിലുള്ള അവകാശമുള്ള അത്തരത്തിലുള്ള ഡിബഞ്ചറുകളെ എന്താണ് വിളിക്കുന്നത്? അതിനെ സെക്യൂർഡ് ഡിബഞ്ചേഴ്സ് എന്നാണ് വിളിക്കുന്നത് അല്ലേ. സെക്യൂർഡ് ഡിബഞ്ചേഴ്സ്. അൺസെക്യൂർഡ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ചാർജ് ഇല്ലാത്ത ഡിബഞ്ചറുകളെയാണ്. കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിബഞ്ചറുകളെ കുറേ കാലങ്ങൾക്ക് ശേഷം ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഡിബഞ്ചേഴ്സാണ്. റെഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്ന് വെച്ചാൽ തിരികെ കമ്പനികൾ കുറച്ച് കാലത്തിന് ശേഷം റിഡീം ചെയ്യുന്ന, തിരിച്ചു വാങ്ങിക്കുന്ന ഡിബഞ്ചേഴ്സാണ് റെഡീമബിൾ ഡിബഞ്ചേഴ്സ് അല്ലേ. Then according to the Companies Act 2013, what is the maximum period for which a company can issue secured debentures? Secured debentures അത് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിന് ഒരു മാക്സിമം പീരീഡ് ഉണ്ട്. അതിനുള്ള ആ സെക്യൂർഡ് ഡിബഞ്ചേഴ്സ് നമ്മൾ റിഡീം ചെയ്യണം അല്ലേ. അതിന് എത്ര നാളത്തേക്ക് മാത്രമേ സെക്യൂർഡ് ഡിബഞ്ചേഴ്സ് നമുക്ക് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് ഡിബഞ്ചേഴ്സിൻ്റെ കേസിൽ അത് 10 years ആണ് കേട്ടോ. 10 years. നമ്മുടെ പ്രിഫറൻസ് ഷെയർസിൻ്റെ കേസിൽ കണ്ടു 20 വർഷമാണെന്നുള്ളത് കണ്ടു അല്ലേ. 20 വർഷമാണ്. പ്രിഫറൻസ് ഈ സെക്യൂർഡ് ഡിബഞ്ചേഴ്സിൻ്റെ കേസിൽ അത് എത്രയാണ്? 10 years ആണ്. ഇനി അത് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി ആണെങ്കിൽ അവിടെ അത് 30 വർഷം വരെ ആകാം എന്നുള്ളത് ഓർത്തിരിക്കുക. ഇവിടെയും അത് 30 വർഷം തന്നെയാണ്. Then what is the maximum number of members allowed in a private company under the Companies Act 2013? കഴിഞ്ഞ ദിവസം കണ്ടാണ് മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. പ്രൈവറ്റ് കമ്പനിയുടെ കേസിൽ അത് 200 ആണ് അല്ലേ. പബ്ലിക് കമ്പനിയുടെ കേസിൽ അതിനൊരു ലിമിറ്റ് ഇല്ല, മാക്സിമം നമ്പർ ഇല്ല അല്ലേ. പബ്ലിക് കമ്പനിയുടെ കാര്യത്തിൽ മിനിമം നമ്പർ എത്രയാണ്? മിനിമം 7 പേരെങ്കിലും പബ്ലിക് കമ്പനി രൂപം കൊടുക്കാൻ വേണ്ടി ഉണ്ടായിരിക്കേണ്ടതാണല്ലേ. അടുത്തത് which of the following right is not typically associated with the membership in a company? ഒരു കമ്പനിയുടെ മെമ്പർഷിപ്പുമായിട്ട് സാധാരണ ബന്ധമില്ലാത്ത അവകാശം ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ, പതിനഞ്ചാമത്തെ ക്വസ്റ്റിന്. അപ്പോൾ ഇവിടെ നമുക്ക് റൈറ്റ് ടു വോട്ട് അറ്റ് ജനറൽ മീറ്റിംഗ്, ഒരു കമ്പനിയിലെ മെമ്പർക്ക് അതായത് ഷെയർ ഹോൾഡർക്ക് ജനറൽ മീറ്റിംഗിൽ വോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. റൈറ്റ് ടു റിസീവ് ഡിവിഡൻഡ് കിട്ടാനുള്ള അർഹതയുണ്ട്. റൈറ്റ് ടു ഇൻസ്പെക്ട് കമ്പനി ബുക്സ് ആൻഡ് റെക്കോർഡ്സ്, കമ്പനിയുടെ ബുക്സ് ആൻഡ് റെക്കോർഡ്സും പരിശോധിക്കാൻ അവകാശമുണ്ട്. റൈറ്റ് ടു മാനേജ് ദ കമ്പനീസ് ഡെയിലി ഓപ്പറേഷൻസ്, കമ്പനിയുടെ ഡെയിലി ഓപ്പറേഷൻസ് അവർക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. സാധാരണ ഷെയർ ഹോൾഡേഴ്സിന് അതിന് സാധിക്കില്ല. ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനാണ് കമ്പനിയുടെ ഡെയിലി ഓപ്പറേഷൻസ് മാനേജ് ചെയ്യാനുള്ള അവകാശം അല്ലേ. Then under the Companies Act 2013, what is the minimum number of directors required for a public company? ഒരു പബ്ലിക് കമ്പനിക്ക് എത്ര ഡയറക്ടേഴ്സാണ്, മിനിമം എത്ര ഡയറക്ടേഴ്സാണ് ഉണ്ടായിരിക്കേണ്ടതെന്നുള്ളതാണ് പബ്ലിക് കമ്പനിയുടെ കേസിൽ അല്ലേ. മിനിമം പബ്ലിക് കമ്പനിക്ക് 3 ഡയറക്ടേഴ്സെങ്കിലും ഉണ്ടായിരിക്കണം അല്ലേ. 3 ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം. ഈ 2 ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് ഏതിൻ്റെ കേസിലാണ്? അത് പ്രൈവറ്റ് കമ്പനിയുടെ കേസിലാണ് അല്ലേ. പ്രൈവറ്റ് കമ്പനിയുടെ കേസിലാണ് മിനിമം 2 ഡയറക്ടേഴ്സ് എന്നുള്ളത് ഓപ്ഷൻ ഉള്ളത് അല്ലെങ്കിൽ ഒരു ഉത്തരവുള്ളത്. Then 17, which of the following is a qualification required for a person to be appointed as an independent director? ഒരു കമ്പനിയുടെ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആണെങ്കിൽ താഴെ പറയുന്ന ഏത് ക്വാളിഫിക്കേഷനാണ് വേണ്ടത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. വിച്ച് ഓഫ് ദി ഫോളോവിങ് ക്വാളിഫിക്കേഷൻസ് റിക്വയർഡ് ഫോർ എ പേഴ്സൺ ടു ബി അപ്പോയിന്റഡ് ആസ് എൻ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ? നോക്കുക, മസ്റ്റ് ഹോൾഡ് അറ്റ്ലീസ്റ്റ് 10% ഓഫ് കമ്പനി ഷെയർ, കമ്പനിയുടെ ഷെയറിന്റെ 10% അയാൾ ഹോൾഡ് ചെയ്തിരിക്കണം അല്ലേ. ദെൻ മസ്റ്റ് ബി എ പ്രൊമോട്ടർ ഓഫ് ദി കമ്പനി, കമ്പനിയുടെ പ്രൊമോട്ടർ ആയിരിക്കാം. മസ്റ്റ് ഹാവ് എക്സ്പെർട്ടൈസ് ഇൻ കോർപ്പറേറ്റ് ഗവേണൻസ്, കോർപ്പറേറ്റ് ഗവേണൻസിൽ അദ്ദേഹത്തിന് നൈപുണ്യമുള്ള വ്യക്തിയായിരിക്കണം, സ്കില്ലുണ്ടായിരിക്കണം. മസ്റ്റ് നോട്ട് ഹാവ് എനി മെറ്റീരിയൽ പെക്യുനറി റിലേഷൻ വിത്ത് ദ കമ്പനി, ഒരു കമ്പനിയുമായിട്ട് ബന്ധത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പണപരമായിട്ടുള്ള ഏതെങ്കിലും കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇൻട്രസ്റ്റ് ഉള്ള ആളായിരിക്കരുത് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇതിൽ ഏറ്റവും കറക്റ്റായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഏതാണ്? ഇതാണല്ലേ. ഇത് മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലേ. കമ്പനിയുടെ ഷെയറിൽ 10% അറ്റ്ലീസ്റ്റ് അത് തെറ്റാണ്. കമ്പനിയുടെ പ്രൊമോട്ടർ ആയിരിക്കുന്നത് തെറ്റാണ്. മസ്റ്റ് ഹാവ് എക്സ്പെർട്ടൈസ് കോർപ്പറേറ്റ് ഗവേണൻസ്, അതെല്ലാം തെറ്റ് തന്നെയാണ് അല്ലേ. ഒരു ഇൻഡിപെൻഡന്റ് ഡയറക്ടർക്ക് അതൊന്നും ആവശ്യമില്ല. അയാൾക്ക് എന്താണ്, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല. അയാൾ എന്തായിരിക്കണം, കമ്പനിയുമായിട്ട് ബന്ധത്തിൽ ഒരു പെക്യുനറി റിലേഷൻഷിപ്പ്, മെറ്റീരിയൽ പെക്യുനറി റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാൻ പാടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പണപരമായിട്ടുള്ള ഇടപാടുകൾ കമ്പനിയുമായിട്ട് ഉണ്ടായിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് അല്ലേ. കമ്പനിയോ കമ്പനിയുടെ ഹോൾഡിംഗ് കമ്പനിയായിട്ടോ സബ്സിഡിയറി കമ്പനിയായിട്ടോ അസോസിയേറ്റഡ് കമ്പനിയായിട്ടോ ഏതായാലും അത്തരത്തിലുള്ള ബന്ധങ്ങളൊന്നും ഉണ്ടായിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട റൂൾ. Then what is the minimum paid up capital required for a company to mandatorily appoint a whole-time company secretary?
അത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഓൾ ടൈം കമ്പനി സെക്രട്ടറി അപ്പോയിന്റ് ചെയ്യണമെങ്കിൽ 10 crore ഉള്ള 10 crore പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എല്ലാ കമ്പനികളും നിർബന്ധമായിട്ടും ഒരു മുഴുവൻ സമയ കമ്പനി സെക്രട്ടറി അപ്പോയിന്റ് ചെയ്യേണ്ടതാണ്. Then which of the following is not duly a company secretary under the Companies Act? ഡ്യൂട്ടി ഓഫ് എ കമ്പനി സെക്രട്ടറി അല്ലേ, ഒരു കമ്പനി സെക്രട്ടറിയുടെ ഡ്യൂട്ടി അല്ലാത്ത താഴെ പറയുന്നത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് അതിൽ ഏതാണ്? മെയിൻറ്റെയിനിങ് കമ്പനി സ്റ്റാറ്റ്യൂട്ടറി രജിസ്റ്റർ, കമ്പനിയുടെ സ്റ്റാറ്റ്യൂട്ടറി രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളത് തീർച്ചയായിട്ടും കമ്പനി രജിസ്റ്ററുടെ ഡ്യൂട്ടി തന്നെ, കമ്പനി സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. കണ്ടക്ടിങ് ബോർഡ് ഓഫ് മീറ്റിംഗ്സ് ആൻഡ് ജനറൽ മീറ്റിംഗ്സ്, ബോർഡ് ഓഫ് മീറ്റിംഗ്സ് വിളിക്കുമ്പോഴും ബോർഡ് മീറ്റിംഗ്സ് വിളിക്കുമ്പോഴും ജനറൽ മീറ്റിംഗ് വിളിക്കുമ്പോഴെല്ലാം കമ്പനി സെക്രട്ടറി അവിടെ ഉണ്ടായിരിക്കണം. അത് കണ്ടക്ട് ചെയ്യേണ്ടത് സെക്രട്ടറിയുടെ ചുമതലയാണ്. പ്രിപ്പയറിംഗ് കമ്പനീസ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, കമ്പനിയുടെ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളത് കമ്പനി സെക്രട്ടറിയുടെ ഡ്യൂട്ടിയല്ല, അത് തയ്യാറാക്കേണ്ടത് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ്, അല്ലെങ്കിൽ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറാണ്, അല്ലെ, അത് കമ്പനി സെക്രട്ടറിയുടെ ഡ്യൂട്ടിയല്ല. ഫയലിംഗ് ആനുവൽ റിട്ടേൺസ് വിത്ത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ്, കമ്പനിയുമായിട്ട് ആനുവൽ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്നതൊക്കെ അയാളുടെ ഡ്യൂട്ടിയാണ് അല്ലേ. അപ്പോൾ ഈ സി മാത്രമാണ് ഈ ഒരു കമ്പനി സെക്രട്ടറി ഡ്യൂട്ടി അല്ലാതെ വരുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. ഇനി നമുക്ക് സെക്ഷൻ ബിയിലേക്ക് പോകാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ദി ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്? ഷെയറുകളുടെ ട്രാൻസ്ഫറുമായിട്ട് ബന്ധമുള്ളത് അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള കാര്യം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ്, ഷെയർ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് റിട്ടേൺ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് അതിൽ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. കറക്റ്റാണ്. ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് സബ്ജക്റ്റ് ടു കമ്പനീസ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനാണ് ഇത് പറഞ്ഞിരിക്കുന്നത്, ശരിയാണ്. കമ്പനി ഹാസ് റൈറ്റ് ടു റിഫ്യൂസ് രജിസ്ട്രേഷൻ ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്, കമ്പനിയുടെ ഷെയർ ട്രാൻസ്ഫർ രജിസ്ട്രേഷൻ നടത്തുമ്പോൾ അത് റിഫ്യൂസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അത് നിരസിക്കാനുള്ള അവകാശം കമ്പനിക്ക് ഉണ്ടായിരിക്കും, അത് ശരിയാണല്ലേ. പോൾ ഓഫ് ദി എബോ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. പിന്നെ ഫ്ലോട്ടിംഗ് ചാർജ്, ഒരു കമ്പനിയുടെ അസറ്റ് മേലുള്ള ഫ്ലോട്ടിംഗ് ചാർജ് എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ക്രിയേറ്റ്സ് എ സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ഓവർ ദി ഓൾ അസറ്റ്സ് ഓഫ് ദി കമ്പനി. ഇപ്പോൾ രണ്ട് തരത്തിലുള്ള ചാർജുകളെ കുറിച്ച് നമുക്ക് പഠിച്ചിരിക്കണം. ഒന്ന് ഫ്ലോട്ടിംഗ് ചാർജും ഒന്ന് ഫിക്സഡ് ചാർജും അല്ലേ. ഫിക്സഡ് ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയിലെ അസറ്റ് മേൽ സ്പെസിഫിക് ആയിട്ട് അവകാശമുള്ള അത്തരത്തിലുള്ള ചാർജിനെയാണ് ഫിക്സഡ് ചാർജ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് കമ്പനി അതിൻ്റെ ഒരു അസറ്റ് പണയപ്പെടുത്തിയിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബാങ്കിന് ആ ഒരു അസറ്റ് മേൽ ഫിക്സഡ് ചാർജ് ഉണ്ടായിരിക്കും. അതായത് ബാങ്കിന് അനുവാദമില്ലാതെ ആ ഒരു അസറ്റ് വിൽക്കാനോ മറ്റും ആ കമ്പനിക്ക് സാധിക്കില്ല. ഫിക്സഡ് ചാർജ് ഉണ്ടല്ലോ, അങ്ങനെയാണ്. പക്ഷേ ഫ്ലോട്ടിംഗ് ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ എല്ലാ അസറ്റ്സുമേൽ ജനറൽ ആയിട്ടുള്ള ചാർജിനെയാണ് ഫ്ലോട്ടിംഗ് ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ അത്തരത്തിലുള്ള അസറ്റുകൾ കൃത്യമായിട്ടുള്ള ലോൺ റീപേയ്മെൻറ്റ് കമ്പനി നടത്തുന്നിടത്തോളം കാലം കമ്പനിക്ക് ആ അസറ്റുകൾ വിൽക്കാനുള്ള അവകാശമൊക്കെ ഉണ്ടായിരിക്കും. അതാണ് ഫ്ലോട്ടിംഗ് ചാർജിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ ഫ്ലോട്ടിംഗ് ചാർജിനെ കുറിച്ച് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇറ്റ് ക്രിയേറ്റ്സ് എ സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ഓവർ ഓൾ ദി അസറ്റ്സ് ഓഫ് ദി കമ്പനി. അപ്പോൾ കമ്പനിയുടെ എല്ലാ അസറ്റ്സുമേലും ജനറൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉള്ള അത്തരത്തിലുള്ള ചാർജിനെ ഫ്ലോട്ടിംഗ് ചാർജ് എന്നാണ് പറയുന്നത്. ദെൻ ക്രിസ്റ്റലൈസസ് അപ്പോൺ ദി ഒക്കറൻസ് ഓഫ് എ സ്പെസിഫിക് ഇവന്റ്. ക്രിസ്റ്റലൈസേഷൻ എന്ന് പറഞ്ഞ ഒരു വാക്കോട് ഓർത്തിരിക്കണം. അതായത് ഈ ലോൺ എടുത്തിട്ട് ജനറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫ്ലോട്ടിംഗ് ചാർജോടുകൂടി കമ്പനി ലോൺ എടുത്തു, ലോൺ തിരിച്ചടച്ചില്ല എങ്കിൽ നോൺ പേയ്മെന്റ് ഓഫ് ലോൺ അതൊരു ഇവന്റ് ആണ്, സ്പെസിഫിക് ഇവന്റ് ആണ്. അല്ലെങ്കിൽ കമ്പനിയുടെ ലിക്വിഡേഷൻ സംഭവിക്കുന്നു. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലൊക്കെ സ്പെഷ്യലായിട്ടുള്ള ഇവന്റുകളിൽ ഇത് ക്രിസ്റ്റലൈസ് ചെയ്യപ്പെടും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫിക്സഡ് ചാർജായിട്ട് മാറ്റപ്പെടും അല്ലേ. അപ്പോൾ അവിടെ ആ ലോൺ കൊടുത്തിരിക്കുന്ന കമ്പനിക്ക് ആ അസറ്റ് മേൽ അവകാശം ഉന്നയിക്കാനുള്ള ആ ഒരു അവകാശം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിനുള്ള റൈറ്റ് ഉണ്ടായിരിക്കും അല്ലേ. അത് കറക്റ്റാണ്. ആദ്യത്തെ രണ്ട് കാര്യം കറക്റ്റാണ്. ഇറ്റ് ഈസ് എ ചാർജ് ഓൺ സ്പെസിഫിക് അസറ്റ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ അസറ്റ് മേലുള്ള സ്പെസിഫിക് അസറ്റ് മേലുള്ള ചാർജ് അല്ല അല്ലേ. അപ്പോൾ ഇത് തെറ്റായിട്ടുള്ള ഉത്തരവാണ്. സി എന്ന് പറയുന്നത് തെറ്റാണ്. ഈസ് നോട്ട് റിക്വയർഡ് ടു ബി രജിസ്റ്റേർഡ്. കമ്പനിയുടെ ഈ ഇത്തരത്തിലുള്ള ഫ്ലോട്ടിംഗ് ചാർജ് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ അത് തെറ്റാണ്. കമ്പനിയുടെ ഇത്തരത്തിലുള്ള ഫ്ലോട്ടിംഗ് ചാർജിൽ അസറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അല്ലേ, രജിസ്റ്റർ ചെയ്യേണ്ടത് തന്നെയാണ്. അപ്പോൾ അത് ഓർത്തിരിക്കുക, അതൊരു ഇൻകറക്റ്റ് ആണല്ലേ. ഫ്ലോട്ടിംഗ് ചാർജസ് മസ്റ്റ് ബി രജിസ്റ്റേർഡ് ടു ബി വാലിഡ്. അത് വാലിഡ് ആയിരിക്കണമെങ്കിൽ നമ്മളതിനെ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ കറക്റ്റ് വരേണ്ടത് എ ആൻഡ് ബി അല്ലേ. ബി ആണ്, ഇതാണ് ആൻസർ ആയിട്ട് വരേണ്ടത് അല്ലേ. ടെക്സ്റ്റിൽ നിങ്ങൾക്ക് ആൻസർ കൊടുത്തിരിക്കുന്നത് ഡി എന്നുള്ളതാണ്, അത് തെറ്റാണല്ലേ. കാരണം കമ്പനിയുടെ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഫ്ലോട്ടിംഗ് ചാർജ് രജിസ്റ്റർ ചെയ്യേണ്ടത് തന്നെയാണല്ലേ. രജിസ്റ്റർ ചെയ്യേണ്ടതാണ്, 30 ദിവസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമാണ്. അതുകൊണ്ട് സി മാത്രമേ തെറ്റുള്ളൂ. ഇവിടെ എയും ബിയും ശരിയാണ്, സിയും ഡിയും തെറ്റാണ് അല്ലേ. സി മാത്രമല്ല സിയും ഡിയും തെറ്റാണ്. അതുകൊണ്ട് എ ആൻഡ് ബി എന്നുള്ള ആൻസറാണ് കറക്റ്റായിട്ട് വരിക, ഓർത്തിരിക്കുക. ദെൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ഓർ ആർ ദി ഡ്യൂട്ടീസ് ഓഫ് എ കമ്പനി സെക്രട്ടറി. കമ്പനി സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നോക്കുക, മെയിൻറ്റെയിനിങ് സ്റ്റാറ്റ്യൂട്ടറി റെക്കോർഡ്സ് ശരിയാണ്. അഡ്വൈസിങ് ദ ബോർഡ് ഓൺ ലീഗൽ മാറ്റേഴ്സ്, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അഡ്വൈസ് ചെയ്യുക, ഉപദേശിക്കുക, ശരിയാണ്. ഇഷ്യൂയിങ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കമ്പനി സെക്രട്ടറി അതിൽ ഇടപെടണം, അത് അയാളുടെ ഡ്യൂട്ടി തന്നെയാണ്. ആക്ടിങ് ആസ് എ കസ്റ്റോഡിയൻ ഓഫ് കമ്പനീസ് അസറ്റ്, കമ്പനിയുടെ അസറ്റ്
മാനേജ് ചെയ്യുന്ന അല്ലെങ്കിൽ കസ്റ്റോഡിയൻ അതിൻ്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളെന്നുള്ള ലെവലില്ല, അത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് അത് കൈകാര്യം ചെയ്യുന്നത് അല്ലേ. എ ബി ആൻഡ് സി അല്ലേ, ഇതാണ് ആൻസറായിട്ട് വരുന്നത്. ദെൻ എ മീറ്റിംഗ് ഓഫ് ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് എ കമ്പനി ക്യാൻ ബി ഹെൽഡ് ത്രൂ. കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് എങ്ങനെയൊക്കെ നടത്താൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫിസിക്കൽ മീറ്റിംഗ് ആവും, വീഡിയോ കോൺഫറൻസിംഗ് ആവും, ശരിയാണല്ലേ. മീറ്റിംഗ് ത്രൂ മെസ്സേജ് വഴിയുള്ള മീറ്റിംഗ് പറ്റില്ല, ഫോളോ അപ്പ് ചെയ്ത് പോകുന്നതും തെറ്റാണ് അല്ലേ. ഇപ്പോൾ ഇവിടെ എയും ബിയുമാണ് ആൻസറായിട്ട് വരുന്നത് അല്ലേ. എയും ബി, ഓപ്ഷൻ എ ആണ്, എ ആൻഡ് ബി. വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഷെയർസ് ഈസ് ഫോർ ആർ കറക്റ്റ്. ഷെയർസുമായിട്ട് ബന്ധപ്പെട്ട താഴെ പറയുന്നത് ഏത് കാര്യമാണ് കറക്റ്റ് എന്ന് ചോദിക്കുന്നു. ഷെയർസ് ആർ മൂവബിൾ പ്രോപ്പർട്ടി അല്ലേ. ഷെയർസ് മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ശരിയാണ്, ഷെയറുകൾ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം അല്ലേ. ഷെയർസ് ആർ നോട്ട് ട്രാൻസ്ഫറബിൾ, അത് തെറ്റാണല്ലേ. ഷെയർസ് ട്രാൻസ്ഫർ അല്ല എന്ന് പറയാൻ പറ്റില്ല, ഷെയർ ട്രാൻസ്ഫറബിൾ ആണ്. ഷെയറിൻ്റെ ഓണർഷിപ്പ് ഒരാൾ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഷെയർസ് റെപ്രസെന്റ് ഓണർഷിപ്പ് ഇൻ എ കമ്പനി, കമ്പനിയുടെ ഓണർഷിപ്പിനെയാണ് ഷെയറുകൾ സൂചിപ്പിക്കുന്നത്, ശരിയാണ്. ഷെയർസ് ക്യാൻ ബി ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട്. ഷെയറുകൾ നമുക്ക് ഡിസ്കൗണ്ട് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല കേട്ടോ. ഷെയർസ് കനോട്ട് ബി ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട്. ഇപ്പോൾ പുതിയ നിയമപ്രകാരം നേരത്തെ ഷെയറുകൾ ഡിസ്കൗണ്ട് ഇഷ്യൂ ചെയ്യാമായിരുന്നു. അപ്പോൾ ഇവിടെ ഷെയറുകൾ നമുക്ക് ഡിസ്കൗണ്ട് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ചില സെറ്റിക്വിറ്റീസ്, അതായത് വേർപ്പ് ഓഹരികൾ എന്നൊക്കെ പറയും, കമ്പനിയിലെ പ്രൊമോട്ടേഴ്സിനോ ഒപ്പം തന്നെ എംപ്ലോയീസിനൊക്കെ അവരുടെ സേവനങ്ങൾക്ക് പകരമായിട്ട് കൊടുക്കുന്ന തരത്തിലുള്ള ഷെയറുകൾ, അവിടെ മാത്രമേ ആ സമയത്ത് മാത്രമേ ഡിസ്കൗണ്ട് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നോർമലി ഷെയറുകൾ ഇപ്പോൾ ഡിസ്കൗണ്ട് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. കമ്പനിയുടെ ഷെയറുകൾ ഒന്നെങ്കിൽ ഫേസ് വാല്യൂ, അതായത് പാർ വാല്യൂവിൽ, അല്ലെങ്കിൽ പ്രീമിയത്തിൽ മാത്രമേ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഏതാണ്? എയും സിയും മാത്രമാണല്ലേ. ആൻസറായിട്ട് വരുന്നത് എയും സിയും ആണ്. ഇപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ബി ആണ് അല്ലേ. കറക്റ്റ് ഓപ്ഷൻ ബി ആണ്, എ ആൻഡ് സി എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ഇക്വിറ്റി ഷെയർസ് ആർ കറക്റ്റ്. ഇക്വിറ്റി ഷെയർസുമായിട്ട് താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് കറക്റ്റ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഹാവ് വോട്ടിംഗ് റൈറ്റ്സ് ഇൻ ദ കമ്പനി. കമ്പനിയിൽ വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആർ എൻറ്റൈറ്റിൽഡ് ടു എ ഫിക്സഡ് ഡിവിഡൻഡ്. ഫിക്സഡ് ഡിവിഡൻഡ് കിട്ടില്ല അല്ലേ. അവർക്ക് എത്രയാണോ ലാഭം അതിനനുസരിച്ച് മാത്രമേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കിട്ടുള്ളൂ. ഒരു ഫിക്സഡ് ഡിവിഡൻഡ് അവർക്ക് കിട്ടില്ല. ഇക്വിറ്റി ഷെയർസ് ക്യാൻ ബി റെഡീമഡ് ബൈ ദ കമ്പനി. ഇക്വിറ്റി ഷെയറുകൾ കമ്പനിക്ക് നോർമൽ സാഹചര്യത്തിൽ തിരിച്ച് എടുക്കാൻ വേണ്ടി സാധിക്കില്ല. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഹാവ് എ റെസിജ്വൽ ക്ലെയിം ഓൺ ദി കമ്പനി സബ്സിഡി ഇൻ കേസ് ഓഫ് ലിക്വിഡേഷൻ. ലിക്വിഡേഷൻ്റെ സമയത്ത് ബാക്കി എന്തുള്ളൂ, ബാക്കി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും ഡിബഞ്ചർ ഹോൾഡേഴ്സിനും ബാക്കിയുള്ള കടങ്ങളെല്ലാം കൊടുത്തീർത്തതിന് ശേഷം ബാക്കി എന്ത് എമൗണ്ട് ഉണ്ടോ ആ ഒരു റെസിജ്വൽ ക്ലെയിം മാത്രമേ, അവശേഷിക്കുന്ന എമൗണ്ടിനുള്ള ക്ലെയിം മാത്രമേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ളൂ. അത് ശരിയാണല്ലേ. ഇപ്പോൾ എയും ഡിയും ശരിയാണല്ലേ. ഇപ്പോൾ ബി ആണ് ആൻസറായിട്ട് വരിക, എ ആൻഡ് ഡി അല്ലേ. അപ്പോൾ ഇത്രയാണ് മൊഡ്യൂൾ 2 നമ്മൾ പഠിച്ചെടുക്കുന്നത്. നമുക്കിനി മൊഡ്യൂൾ 3 ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. നിങ്ങളുടെ സപ്പോർട്ട് വേണം. തീർച്ചയായിട്ടും മറക്കാതെ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, കമൻറ്റുകൾ എഴുതുക, നിങ്ങളുടെ കൂട്ടുകാർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക്